ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മൾ മൊഡ്യൂൾ 6-ലെ ഒരു ടോപ്പിക്കായ സീക്വൻഷ്യൽ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് പറയുന്നതിന് മുമ്പ് എന്താണ് ലോജിക് ഡിവൈസ് എന്ന് പറയുന്നത്? ലോജിക് ഡിവൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് അല്ലേ, യൂസ് ടു പെർഫോം എ ഡിസൈഡ് ഫംഗ്ഷൻ. അതായത് അത് മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഫംഗ്ഷനെ സെറ്റ് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ, നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന ഒരു ലോജിക് ഡിവൈസ് ആണല്ലോ. അതെന്താ നമുക്ക് തരുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ അത് ഇൻവേർട്ട് ചെയ്ത് തരിക ചെയ്യുന്നത്. അതിന് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വാക്കി തന്നെ ഉണ്ടല്ലേ. അതായത് ലോജിക് ഡിവൈസസ് വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് അതിൻ്റെ ഫങ്ഷൻസിനെ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് എന്ത് ഫംഗ്ഷനാണോ വേണ്ടത് അതിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ലോജിക് ഡിവൈസിനെയാണ് നമ്മൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസിനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്, കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ആൻഡ് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ. സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ആൻ അറേ ഓഫ് ആൻഡ് ഗേറ്റ്സ് ആൻഡ് ഓർ ഗേറ്റ്സ്. ആൻഡ് ഗേറ്റിൻ്റെയും ഓർ ഗേറ്റിൻ്റെയും കൂടി ഉള്ളൊരു കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഗേറ്റ്സുകളെ കാണത്തുള്ളൂ. അതായത് ഒരു ചെറിയ സർക്യൂട്ടിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡിവൈസസ് ആയിരിക്കും സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അതിൽ നമുക്കിപ്പോൾ ഒത്തിരി ഗേറ്റ്സൊക്കെ വെച്ചിട്ട് ഒരു വലിയ കോംപ്ലക്സ് ഡിസൈൻ ഒക്കെ ഉള്ള സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസസുകൾ ആയിരിക്കും ഈ കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസും ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ പിന്നെയും നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, പ്രോഗ്രാമബിൾ അറേ ലോജിക് ആൻഡ് പ്രോഗ്രാമബിൾ ലോജിക് അറേ. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമബിൾ അറേ ലോജിക്കും പ്രോഗ്രാമബിൾ ലോജിക് അറേയും ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെമ്മറി ഡിവൈസാണ് അല്ലേ. അതെന്താ ചെയ്യുന്നത്? ബൈനറി ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കും പെർമനൻ്റ് ആയിട്ട്. അതായത് നമുക്ക് ആ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ റോമിനൊരു പ്രോഗ്രാമബിൾ ഫീച്ചർ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോഗ്രാമബിൾ റോം എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് ആ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനായിരിക്കും നമ്മൾ പ്രോഗ്രാമബിൾ റോം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് തന്നെയാണ് വിച്ച് കണ്ടെയ്ൻസ് ഫിക്സഡ് ആൻഡ് അറേ ആൻഡ് പ്രോഗ്രാമബിൾ ഓർ അറേ. എന്താ ഉള്ളത് ഞാൻ പറഞ്ഞു. ഈ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് മെയിൻലി കണ്ടെയ്ൻസ് ആൻഡ് ഗേറ്റ്സ് ആൻഡ് ഓർ ഗേറ്റ്സ്. ആൻഡ് ഗേറ്റിൻ്റെ ഓർ ഗേറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് പ്രോം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് എ ഫിക്സഡ് ആൻഡ് അറേ ആൻഡ് പ്രോഗ്രാമബിൾ ഓർ അറേ. എന്താണ് ഈ ഫിക്സഡ് ആൻഡ് അറേയും പ്രോഗ്രാമബിൾ ഓർ അറേയും നമുക്ക് നോക്കാം. ഇത് ബ്ലോക്ക് ഡയഗ്രാം ഫ്രോമാണ് കാണിച്ചിരിക്കുന്നത്. n ഇൻപുട്ട്സ് നമ്മൾ ഒരു ഫിക്സഡ് ആൻഡ് അറേയിലോട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ പ്രോഗ്രാമബിൾ ഓർ അറേയിലോട്ട് കൊടുക്കുകയാണ്. ആൻഡ് അവിടെ നിന്നാണ് നമുക്ക് റിക്വയർഡ് ഔട്ട്പുട്ടുകൾ എടുക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ n ഇൻപുട്ട്സ് ഫിക്സഡ് ആൻഡ് അറേയിലോട്ട് കൊടുക്കണം. അപ്പം ഫിക്സഡ് ആൻഡ് അറേ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ആൻ അറേ ഓഫ് ആൻഡ് ഗേറ്റ്സ്. ആ ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ എത്ര ഇൻപുട്ടുകളാണോ കൊടുക്കുന്നത്, n ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നത് വെച്ചാൽ 2n പ്രോഡക്റ്റ് ടേംസുകളായിരിക്കും കിട്ടുന്നത്. ആൻഡ് ഗേറ്റ് എന്താ ചെയ്യുന്നത്? ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് തരുന്നത് അല്ലേ. അപ്പം n ഇൻപുട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2n പ്രോഡക്റ്റ് ടേംസുകളായിരിക്കും ഈ ഫിക്സഡ് ആൻഡ് അറേ നമുക്ക് തരുന്നത്. ആ 2n പ്രോഡക്റ്റ് ടേംസിനെ നമ്മൾ എവിടെ കൊടുക്കുകയാണ്? പ്രോഗ്രാമബിൾ ഓർ അറേയിലോട്ട് കൊടുക്കുകയാണ്. അതായത് എല്ലാ പ്രോഡക്റ്റ് ടേംസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർ അറേ അതിനെ അസസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ ഈ n ഇൻപുട്ട് കൊടുത്തിട്ട് 2n പ്രോഡക്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു n/2n ഡീകോഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും.
ഈ സ്ലൈഡ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ ഇൻപുട്ട് ഓഫ് ആൻഡ് ഗേറ്റ്സ് ആർ നോട്ട് ഓഫ് പ്രോഗ്രാമബിൾ ടൈപ്പ്. സോ വി ഹാവ് ടു ജനറേറ്റ് 2n പ്രോഡക്റ്റ് ടേംസ് ബൈ യൂസിങ് 2n ആൻഡ് ഗേറ്റ്സ് ഹാവിങ് n ഇൻപുട്ട്സ് each. We can implement these product terms by using n by 2n decoder. അതാണ് ഞാൻ പറഞ്ഞത്. ഫിക്സഡ് ആൻഡ് അറേ ആണ്. ആൻഡ് അറേയിലോട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് n ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ 2n പ്രോഡക്റ്റ് ടേംസ് ആയിരിക്കും തരുന്നത്. ആൻഡ് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ n by 2n ഡീകോഡറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഇൻപുട്ട്സ് ഓഫ് ഓർ ഗേറ്റ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ആണ്. അതായത് നമുക്ക് വി ക്യാൻ പ്രോഗ്രാം എനി നമ്പർ ഓഫ് റിക്വയർഡ് പ്രോഡക്റ്റ് ടേംസ് സിൻസ് ഓൾ ദ ഔട്ട്പുട്ട്സ് ഓഫ് ആൻഡ് ഗേറ്റ്സ് ആർ അപ്ലൈഡ് ആസ് ഇൻപുട്ട്സ് ടു ഈച്ച് ഓർ ഗേറ്റ്. നമ്മൾ ആൻഡ് ഗേറ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടുകൾ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് അത് പ്രോഗ്രാമബിൾ ആണെന്നും പറഞ്ഞു. അതായത് നമുക്ക് എത്ര നമ്പർ ഓഫ് പ്രോഡക്റ്റ് ടേംസും നമുക്ക് എന്ത് ചെയ്യാം? പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. Therefore, the outputs of prom എന്ന് പറയുന്നത് will be in the form of sum of min terms. സം ഓഫ് മിൻ ടേംസിൻ്റെ ഫോമിലായിരിക്കും. അതായത് നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റ് ടേംസിന് നമ്മൾ ഓർ ഗേറ്റിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എന്ത് ഫോമിലായിരിക്കും? സം ഓഫ് മിൻ ടേംസ് ഫോമിലായിരിക്കും അല്ലേ? നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇംപ്ലിമെൻറ്റ് ദ ഫോളോയിങ് ബൂളിയൻ ഫങ്ഷൻസ് യൂസിങ് പ്രോം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കണം. അപ്പോൾ പ്രോം വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന ബൂളിയൻ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യണം? ഇംപ്ലിമെൻറ്റ് ചെയ്യണം. a of xy is equal to sigma m 567 and b of xy is equal to sigma m 3567. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് സം ഓഫ് മിൻ ടേംസ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് ഫംഗ്ഷനാണ് ഉള്ളത് ആൻഡ് 3 വേരിയബിൾസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ 3 ഇൻപുട്ടുകളാണ്. 3 ഇൻപുട്ടുകളാകുമ്പോഴത്തേക്കും നമുക്ക് ഏത് ഡീകോഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? n by 2n ഡീകോഡർ വേണം. അതായത് 3:8 ഡീകോഡർ നമുക്ക് വേണം ഫോർ ഗെറ്റിംഗ് 8 പ്രോഡക്റ്റ് ടേംസ് അല്ലേ? 8 പ്രോഡക്റ്റ് ടേംസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3/8 ഡീകോഡർ യൂസ് ചെയ്യും. ആൻഡ് ഈ 2 ഫങ്ഷൻസാണ് ഉള്ളത്. ഈ 2 ഫങ്ഷൻസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പ്രോഗ്രാമബിൾ ഓർ ഗേറ്റ്സിലോട്ടായിരിക്കും ഇത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഫൈനൽ സർക്യൂട്ട് ഡയഗ്രാമാണിത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഇൻപുട്ടുകൾ XYZ നമ്മൾ 3:8 ഡീകോഡറിലോട്ട് കൊടുത്തു. 3:8 ഡീകോഡറിലോട്ട് കൊടുക്കുമ്പോൾ എന്താണ്? ഇറ്റ് വിൽ ജനറേറ്റ് 8 മിൻ ടേംസ് അല്ലേ? M0 മുതൽ M7 വരെയുള്ള മിൻ ടേംസ് തരും. ആൻഡ് ദ 2 പ്രോഗ്രാമബിൾ ഓർ ഗേറ്റ്സ് ഹാവ് ദ ആക്സസ് ഓഫ് ഓൾ ദീസ് മിൻ ടേംസ്. നമ്മൾ അതിന് നേരെ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? 2 ഓർ ഗേറ്റിലോട്ട് കൊടുക്കുകയാണ്. ഈ 2 ഓർ ഗേറ്റിനും ഈ വരുന്ന എല്ലാ മിൻ ടേംസിനും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എന്താണ്? റിക്വയർഡ് മിൻ ടേംസ് മതി, പ്രോഗ്രാം ചെയ്തെടുത്താൽ മതി. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ റെസ്പെക്റ്റീവ് ബൂളിയൻ ഫങ്ഷൻസ് ബൈ ഈച്ച് ഓർ ഗേറ്റ്. ബൂളിയൻ ഫങ്ഷൻസിൽ ഏതൊക്കെ മിൻ ടേംസ് ആണോ തന്നേക്കുന്നത് ആ മിൻ ടേംസിനെ മാത്രം നമുക്ക് പ്രോഗ്രാം ചെയ്തെടുത്താൽ മതി യൂസിങ് ഓർ ഗേറ്റ്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ എന്തായിരുന്നു? M5 M6 M7 ആയിരുന്നു തന്നിരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഓർ ഗേറ്റിലോട്ട് കണക്ട് ചെയ്തു. അതുപോലെ തേർഡ് വന്നേക്കുന്നത് M3 M5 M6 M7 ആണ്. അത് നമ്മൾ സെക്കൻഡ് ഓർ ഗേറ്റിലോട്ടും കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ സം ഓഫ് മിൻ ടേംസ് ഫോമിൽ നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് തന്നിരിക്കുന്ന 2 ബൂളിയൻ ഫംഗ്ഷനെ ഈ പ്രോം വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആ ഇൻറ്റു സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ പ്രോഗ്രാമബിൾ കണക്ഷൻസ്. പ്രോഗ്രാമബിൾ കണക്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് മാർക്ക് അല്ലെങ്കിൽ ഇൻറ്റു യൂസ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായോ? ഇനി അടുത്തത് പ്രോഗ്രാമബിൾ അറേ ലോജിക്. പ്രോഗ്രാമബിൾ അറേ ലോജിക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് ഗോട്ട് പ്രോഗ്രാമബിൾ ആൻഡ് അറേ ആൻഡ് ഫിക്സഡ് ഓർ അറേ. പ്രോമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആൻഡ് അറേ എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ആയിരിക്കും ആൻഡ് ഓർ അറേ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട്സ് ഓഫ് ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ആണ്. അതെന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് ഗേറ്റ് ഹാസ് ബോത്ത് the normal and the complemented inputs of the variables. So based on the requirement we can program any of those inputs and we can generate only the required product terms by using these AND gates. അതായത് നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമബിൾ ആൻഡ് അറേ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ഇൻപുട്ടുകൾ കൊടുക്കുന്നു, എത്ര ഇൻപുട്ട് കൊടുത്താലും, അതായത് ഇവിടുത്തെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ടൈപ്പാണ്. പ്രോഗ്രാമബിൾ ടൈപ്പ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഇപ്പോൾ വേരിയബിൾസിൽ നോർമൽ ഫോമും കാണും, അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് ഫോമും കാണും അല്ലേ? അപ്പം ഈ ആൻഡ് ഗേറ്റ്സിനൊക്കെ ഈ നോർമൽ ഫോമിനെയും കോംപ്ലിമെൻറ്റഡ് ഫോമിനെയും അക്സസ് ചെയ്യാൻ പറ്റും.
അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റേടത്ത് എന്തായിരുന്നു, ഫിക്സഡ് ആയിരുന്നു. ഫിക്സഡ് ആകുമ്പോൾ നമ്മൾ ഒറ്റ ഒരു ടൈപ്പ് ഇൻപുട്ട് മാത്രമേ അതിനെ അക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാമബിൾ ആയതുകൊണ്ട് നോർമൽ ഫോമും കോംപ്ലിമെൻറ്റഡ് ഫോമും നമുക്ക് ഈ ആൻഡ് ഗേറ്റിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സഡ് ആണ്, അത് പ്രോഗ്രാമബിൾ അല്ല. അപ്പം നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ടേംസ് മാത്രമേ നമുക്ക് ഈ ഓർ ഗേറ്റിലോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഇംപ്ലിമെൻറ്റ് ദ ഫോളോയിങ് ബൂളിയൻ ഫങ്ഷൻസ് യൂസിങ് പ്രോഗ്രാമബിൾ അറേ ലോജിക്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻസ് എന്താണ്, എ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് ഡാഷ്. ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, ഇസഡിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. ആൻഡ് ബി എന്ന് പറയുന്നത് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഇസഡ് ഡാഷ്. ഈ രണ്ട് ഫങ്ഷൻസിനെ എനിക്ക് പി എയിൽ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കണം. അപ്പം ദ ഗിവൻ ടു ഫങ്ഷൻസ് ആർ എന്താണ്, സം ഓഫ് പ്രോഡക്റ്റ് ഫോംസിലാണ്. അപ്പോൾ ഈ പി എൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് സം ഓഫ് പ്രോഡക്റ്റ് ഫോംസിലായിരിക്കും കാണുന്നത്. ആൻഡ് ദർ ആർ 2 പ്രോഡക്റ്റ് ടേംസ് പ്രസൻറ്റ് ഇൻ ഈച്ച് ബൂളിയൻ ഫംഗ്ഷൻ അല്ലേ. ഓരോ ബൂളിയൻ ഫംഗ്ഷനും 2 പ്രോഡക്റ്റ് ടേംസ് വരുന്നുണ്ട്. ഫസ്റ്റ് ബൂളിയൻ ഫംഗ്ഷനിൽ എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് ഡാഷ് 2 പ്രോഡക്റ്റ് ടേംസ് ഉണ്ട് അല്ലേ. അതുപോലെ ബിയിലും 2 പ്രോഡക്റ്റ് ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും, എക്സ് വൈ എക്സ് ഇസഡ് ഡാഷ് എക്സ് വൈ ഡാഷ് വൈ ഇസഡ് ഡാഷ്, അങ്ങനെ 4 പ്രോഡക്റ്റ് ടേംസുകളാണുള്ളത്. അപ്പോൾ നമുക്ക് എത്ര പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ് വേണ്ടി വരും, 4 പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ് വേണ്ടി വരും. ആൻഡ് 2 ഫങ്ഷൻസാണുള്ളത്, അപ്പോൾ 2 ഫിക്സഡ് ഓർ ഗേറ്റ്സുകളും വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇൻപുട്ടുള്ള എക്സ് വൈ ഇസഡ് കൊടുത്തു. ആ എക്സ് വൈ ഇസഡിന് എന്താ ഉള്ളത്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമും വരയ്ക്കണം അല്ലേ. അപ്പോൾ കോംപ്ലിമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈ എനിക്ക് വേണം. എക്സ് വൈ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആൻഡ് ഗേറ്റിലോട്ട് ഞാൻ എക്സും വൈയും കൂടി കണക്ട് ചെയ്തു. അതെന്താണ്, പ്രോഗ്രാമബിൾ ആണല്ലേ. പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ് ആയതുകൊണ്ടാണ് ആ പ്രോഗ്രാമബിൾ കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻറ്റു മാർക്ക് ഇട്ടത്. സെക്കൻഡ് എന്താണ്, എക്സ് ഇസഡ് ഡാഷ് ആണ്. അപ്പോൾ എക്സും കൊടുത്തു ഇസഡ് ഡാഷും എടുത്തിട്ട് ഞാൻ സെക്കൻഡ് ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു. ആൻഡ് തേർഡ് ആൻഡ് ഗേറ്റ് എന്താണ്, എക്സ് വൈ ഡാഷ് ആണ്. എക്സും വൈ ഡാഷും കൂടി ആ 2 കണക്ഷനും കൂടി ഞാൻ എന്ത് ചെയ്തു, തേർഡ് ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു. ആൻഡ് വൈ ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് വൈയും ഇസഡ് ഡാഷും കൂടി എടുത്തിട്ട് 4ാമത്തെ ആൻഡ് ഗേറ്റിലോട്ടും കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 4 പ്രോഡക്റ്റ് ടേംസുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ 4 പ്രോഡക്റ്റ് ടേംസ് ഞാൻ 4 പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് ഡാഷ് ആണ് അല്ലേ. അത് ഫസ്റ്റ് ഫിക്സഡ് ഓർ ഗേറ്റിലോട്ട് കൊടുത്തു. ആ ഫിക്സഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോട്ട് യൂസ് ചെയ്തത്. ആൻഡ് സെക്കൻഡ് ഓർ ഗേറ്റിലോട്ട് എന്താ കൊടുത്തത്, എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഇസഡ് ഡാഷും കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ 2 ബൂളിയൻ ഫങ്ഷൻസും എന്ത് കിട്ടി, ഓർ ഗേറ്റ് വഴി നമുക്ക് കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായോ പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ 4 ആൻഡ് ഗേറ്റ്, ആൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് പ്രോഗ്രാമബിളാണ്. പ്രോഗ്രാമബിൾ ആൻഡ് അറേയും ഫിക്സഡ് ഓർ അറേയാണ് പ്രോഗ്രാമബിൾ അറേ ലോജിക്കിനുള്ളത്. അപ്പോൾ പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റിലോട്ട് എന്താണ്, 4 പ്രോഡക്റ്റ് ടേംസുകളാണുള്ളത്. അപ്പോൾ നമുക്ക് 4 ആൻഡ് ഗേറ്റുകൾ വേണം. ആൻഡ് 2 ബൂളിയൻ ഫങ്ഷൻസ് ആണുള്ളത്. അത് നമ്മൾ ഫിക്സഡ് ഓർ ഗേറ്റിലോട്ട് കൊടുക്കുകയും ചെയ്തു. മനസ്സിലായോ, നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കുക കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇനി അടുത്ത പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് വിച്ച് ഹാസ് ബോത്ത് പ്രോഗ്രാമബിൾ ആൻഡ് അറേ ആൻഡ് പ്രോഗ്രാമബിൾ ഓർ അറേ. അപ്പോൾ 2ഉം പ്രോഗ്രാമബിൾ ആണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ PLD ആണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, 2ഉം പ്രോഗ്രാമബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഗ്രാമബിൾ ആൻഡ് അറേ ആയതുകൊണ്ട് ഓരോ ആൻഡ് ഗേറ്റിനും എന്തായിരിക്കും, ഇറ്റ് ഹാസ് ഗോട്ട് ബോത്ത് നോർമൽ ആൻഡ് കോംപ്ലിമെൻറ്റഡ് ഇൻപുട്ട് ഓഫ് ദി വേരിയബിൾസിൻ്റെ നോർമൽ ഫോമും കോംപ്ലിമെൻറ്റഡ് ഫോമും അതിനെ അക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് പ്രോഗ്രാമബിൾ ഓർ അറേ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് എത്ര പ്രോഡക്റ്റ് ടേംസിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ലെറ്റ് us implement the following boolean functions using programmable logic array. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിൽ എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് ഡാഷും സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് ഡാഷാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിൽ 2 പ്രോഡക്റ്റ് ടേംസുകളുണ്ട്, രണ്ടാമത്തെ ഫംഗ്ഷൻ 3 പ്രോഡക്റ്റ് ടേംസുകളുണ്ട്. അപ്പോൾ പ്രോഗ്രാമബിൾ ആൻഡ് അറേ ആണ്. പ്രോഗ്രാമബിൾ ആൻഡ് അറേ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം എക്സ് ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ.
റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ് മതിയാവും? എക്സ് വൈ എന്നുള്ള ടേമിന് ഒരെണ്ണം, എക്സ് ഇസഡ് ഡാഷിന് ഒരെണ്ണം, എക്സ് വൈ ഡാഷിന് ഒരെണ്ണം, ആൻഡ് വൈ ഇസഡ് ഒരെണ്ണം. അങ്ങനെ 4 പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ് വേണം. ആൻഡ് 2 പ്രോഗ്രാമബിൾ ഓർ ഗേറ്റ്സും വേണം. അത് 2 ഫംഗ്ഷനല്ലേ ഉള്ളൂ. അപ്പോൾ 2 പ്രോഗ്രാമബിൾ ഓർ ഗേറ്റ്സും വേണം. അപ്പോൾ നമുക്ക് എൻ്റെ കറസ്പോണ്ടിങ് PLA എങ്ങനെ വരുമെന്ന് നോക്കാം. ഇത് 2 സൈഡും എന്താണ്? പ്രോഗ്രാമബിൾ ആയതുകൊണ്ടാണ് 2 സൈഡിൽ ഞാൻ ഇൻറ്റു മാർക്ക് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഓർ ഗേറ്റിലോട്ട് വരുന്നത് എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് ഡാഷ് ആണ്. ആൻഡ് സെക്കൻഡ് ഓർ ഗേറ്റിലോട്ട് വരുന്നത് എക്സ് ഇസഡ് ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഇസഡ് ആണ് അല്ലേ? സോ തന്നിരിക്കുന്ന ബൂളിയൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു? PLA വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഏതിനാണോ പ്രോഗ്രാമബിൾ ആൻഡ് അറേ, ഏതിനാണ് ഫിക്സഡ് ആൻഡ് അറേ, അല്ലെങ്കിൽ ഏതിനാണോ പ്രോഗ്രാമബിൾ ഓർ അറേ, ഏതിനാണ് ഫിക്സഡ് ഓർ അറേ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയാവും. അപ്പം പ്രോമിനാണെങ്കിൽ നമുക്ക് ഫിക്സഡ് ആൻഡ് അറേയും പ്രോഗ്രാമബിൾ ഓർ അറേ ആയിരിക്കും പ്രോമിനാണെങ്കിൽ. ആൻഡ് പ്രോഗ്രാമബിൾ അറേ ലോജിക്കിനാണെങ്കിൽ പ്രോഗ്രാമബിൾ ആൻഡ് അറേയും ഫിക്സഡ് ഓർ അറേ ആയിരിക്കും. ആൻഡ് പ്രോഗ്രാമബിൾ ലോജിക് അറേ ആണെങ്കിൽ രണ്ടും പ്രോഗ്രാമബിൾ ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് എഴുതി വരുമ്പോഴത്തേക്കും മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ളത് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേയാണ്. ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ ഞാൻ പറഞ്ഞു, ഒത്തിരി ലോജിക് ഗേറ്റ്സൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ, ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്ന് പറയുന്നത്. So it contains 10,000 to more than a million logic gates with programmable interconnections. അങ്ങനെ നമ്മൾ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഇലക്ട്രിക്കലി ആയിട്ടായിരിക്കും. പിന്നെ ഇറ്റ് റിക്വയർസ് വെരി സ്മോൾ ടൈം സ്റ്റാർട്ടിങ് ഫ്രം ഡിസൈൻ പ്രോസസ് ടു ഫങ്ഷണൽ ചിപ്പ്. ഫിസിക്കൽ മാനുഫാക്ചറിങ് സ്റ്റെപ്സ് ഒന്നുമില്ല. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നിങ്ങളൊന്ന് പഠിച്ചേക്കണം. FPGAയുടെ ചോദിക്കുകയാണെങ്കിലും ജസ്റ്റ് ബേസിസ് മാത്രമേ നിങ്ങളുടെ സിലബസിൽ പറയുന്നുള്ളൂ. നമുക്കിതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പഠിക്കാം. FPGA ആർക്കിടെക്ചർ കൺസിസ്റ്റ് ഓഫ് 4 മേജർ കമ്പോണൻറ്റ്സ്. ഇതാണ് 4 കമ്പോണൻറ്റ്സ്. ഒരെണ്ണം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ലോജിക് ബ്ലോക്ക്. ഈ പച്ച കളറിലുള്ളതാണ് ലോജിക് ബ്ലോക്ക്. പിന്നെ ഇതാണ് സ്വിച്ച് മെട്രിക്സ്. ആ ഒരു നീല കളറിലുള്ള ആ ഒരു ബോക്സ് അല്ലെങ്കിൽ ബ്ലോക്കാണ് സ്വിച്ച് മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്സുകളുണ്ട്. ഈ ചെറിയ ഓറഞ്ച് കളറിലുള്ളതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർ കണക്ട്സ് ആണ് ഈ റെഡ് കളറിലുള്ളത്. അപ്പോൾ ഈ FPGAയിൽ മെയിനായിട്ട് ഈ 4 കമ്പോണൻസുകളാണ് ഉള്ളത്. പ്രോഗ്രാമബിൾ ലോജിക് ബ്ലോക്സ്, പ്രോഗ്രാമബിൾ സ്വിച്ച് മെട്രിക്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്സ് ആൻഡ് ഇൻ്റർ കണക്ട്സ്. ഇനി ഓരോന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രോഗ്രാമബിൾ ലോജിക് ബ്ലോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക് ഫംഗ്ഷനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ബ്ലോക്കാണ് പ്രോഗ്രാമബിൾ ലോജിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ഫംഗ്ഷനാണ് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കേണ്ടത് അതാണ് ഈ ലോജിക് ബ്ലോക്ക് ചെയ്യുന്നത്. ആ ലോജിക് ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്ലക്സർ നിങ്ങൾക്ക് കാണാം, ഒരു D ഫ്ലിപ്പ് ഫ്ലോപ്പും ഉണ്ട്, പിന്നെ LUT എന്ന് പറയുന്നത് ലുക്കപ്പ് ടേബിൾസാണ്. ആ ലുക്കപ്പ് ടേബിൾസാണ് നമുക്ക് വേണ്ട ലോജിക്കൽ ഫങ്ഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കുന്നത് മെയിനായിട്ട്. അത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട. ലോജിക് ബ്ലോക്കിൽ എന്തൊക്കെയുള്ളത്? മൾട്ടിപ്ലക്സർ ഉണ്ട്, ഒരു D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഒരു LUT എന്ന് പറയുന്നത് ലുക്കപ്പ് ടേബിൾസാണ്. അതിൽ ഈ ലുക്കപ്പ് ടേബിളാണ് നമുക്ക് നമ്മുടെ വേണ്ട ലോജിക്കൽ ഫങ്ഷൻസിനെ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലക്സറിലോട്ട് കൊടുക്കുന്നുണ്ട്. മൾട്ടിപ്ലക്സർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെലക്ഷൻ ലോജിക്. ആൻഡ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ സ്റ്റോർ ദി ഔട്ട്പുട്ട് ഓഫ് ദി LUT. LUT എന്ന് വരുന്ന ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യുന്നതാണ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് ഇസ് യൂസ്ഡ് ഫോർ സെലക്ഷൻ ലോജിക്. അപ്പോൾ ഈ പ്രോഗ്രാമബിൾ ലോജിക് ബ്ലോക്ക് വെച്ചിട്ടാണ് നമുക്ക് വേണ്ട ലോജിക് ഫംഗ്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ആൻഡ് പ്രോഗ്രാമബിൾ സ്വിച്ച് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക് ബ്ലോക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്കും തമ്മിലൊരു കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമബിൾ സ്വിച്ച് മെട്രിക്സ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാം. പ്രോഗ്രാമബിൾ സ്വിച്ച് മെട്രിക്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു
ഒരു ടാറ്റ് ആസ് എ കണക്ഷൻ ബ്ലോക്ക് ബിറ്റ്വീൻ ദി ലോജിക് ബ്ലോക്ക് ആൻഡ് ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക്. ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്കും ലോജിക് ബ്ലോക്കും തമ്മിലൊരു കണക്ഷനാണ് ഈ സ്വിച്ച് മെട്രിക്സ്, പ്രോഗ്രാമബിൾ സ്വിച്ച് മെട്രിക്സ് ചെയ്യുന്നത്. ഇനി ഇൻ്റർ കണക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാരീസ് എ സിഗ്നൽ എമംഗ് ദി ബ്ലോക്സ്. ഈ ഓരോ ബ്ലോക്സിലുള്ള സിഗ്നൽസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർ കണക്ട്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ യൂസ് ടു ഇൻ്റർഫേസ് ദി ലോജിക് ബ്ലോക്സ് ആൻഡ് ദി റൂട്ടിംഗ് ആർക്കിടെക്ചർ വിത്ത് എക്സ്റ്റേണൽ കമ്പോണൻറ്റ്സ്. അതായത് നമ്മുടെ പുറത്തെ കമ്പോണൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലോജിക് ബ്ലോക്കും നമ്മുടെ പുറത്തെ എക്സ്റ്റേണൽ കമ്പോണൻറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ FPGAക്ക് മെയിനായിട്ട് 4 കമ്പോണൻറ്റ്സ് ആണുള്ളത്. പ്രോഗ്രാമബിൾ ലോജിക് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വേണ്ട ലോജിക് ഫംഗ്ഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാമബിൾ ലോജിക് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമബിൾ സ്വിച്ച് മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ആസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദി ലോജിക് ബ്ലോക്ക് ആൻഡ് ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക്. ഇൻ്റർ കണക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് ദ സിഗ്നൽ അമംഗ് ദ ബ്ലോക്സ്. ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോജിക് ബ്ലോക്കിനെ എക്സ്റ്റേണൽ കമ്പോണൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് ഇതിൻ്റെ ആർക്കിടെക്ചർ ഒന്ന് ഈ ഫിഗർ വരയ്ക്കുക, ഓരോ ബ്ലോക്കുകളും എന്താണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വീഡിയോ കേട്ടിട്ട് മനസ്സിലായ പോർഷൻസൊക്കെ ലെക്ചർ നോട്ടായിട്ട് എഴുതുക. ഡൗട്ടുള്ളത് എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.